ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും എനിക്ക് ലഭിച്ച ഏതാനും ചില മിനിറ്റുകൾക്കകം ഇസ്ലാമിന്റെ സന്ദേശം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കുവാനാണ് ഈ സമയം ഞാൻ ചെലവഴിക്കുന്നത്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം ഇന്ന് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നെട്ടോട്ടമോടുകയാണ്. സമാധാനം എവിടെ? ശാന്തി എവിടെ? സർവത്രിക കോണുകളിൽ നിന്നും ഈ ദയനീയമായ വിലാപത്തിന്റെ മാറ്റില് ലോകത്തിന്റെ കന്നപടങ്ങളിൽ പതിക്കുകയാണ്. ലോകമുഖഭീതിയുടെ കാർമേഘങ്ങൾ നിറഞ്ഞു തുളുമ്പുന്നു. വ്യക്തിയുടെ ഹൃദയാന്തർഭാഗത്ത് അസമാധാനം, കുടുംബങ്ങളിൽ കലഹങ്ങൾ, ജനസമൂഹങ്ങളിൽ ലക്ഷ്യബോധം തുടങ്ങിയ ആവൽക്കരമായ അസമാധാനങ്ങൾ, ലോകസമ്പത്തിന്റെ സിംഹഭാവവും ആയുധ കുമ്പാരത്തിന് വേണ്ടി വെളിച്ചിട്ടുകൾ സ്ഥാനം പിടിക്കുന്നു. പട്ടിണിയും മാറാവ്യാധികളും ചണ്ടിയാക്കിയ പേക്കോലങ്ങൾ ലോകമനസാക്ഷിക്ക് മുമ്പിൽ ചിന്താറാമാണ്. തൊഴിലാളിയെയും മുതലാളിയെയും ശത്രുക്കളെ പോലും പല്ലുകടിച്ച് അഭിമുഖീകരിക്കുന്നു. ഭരണകർത്താക്കളും ഭരണീയരും തമ്മിൽ പൊരുത്തപ്പെടാത്ത അവസ്ഥാവിശേഷം. എവിടെയാണ് മനുഷ്യന് സമാധാനം? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ചികിത്സ പോലും എന്തെന്നറിയാത്ത ചെറിയൊരു ജീവിയായ കൊതുക് പരത്തുന്ന മാരകമായ രോഗം അത് വൻശക്തികളെ പോലും മംഗലാപ്പിലാക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മായാവലയത്തിലാണ് യുവത്വങ്ങൾ തുളുമ്പുന്ന മസ്തിഷ്കങ്ങൾ. വിറങ്ങലിച്ച് ചേർന്നിനേറ്റ ലോക മനസ്സിനെ പിച്ചിച്ചീന്തി ഭയപ്പെടുത്തുന്ന ദുഃഖക്കണ്ണീരുകൾ. നാം എന്തു ചെയ്യും? കരങ്ങൾ ഉയർത്തി വിലപിക്കുന്നു. ബുദ്ധിജീവിയുടെ തല ചോർക്കുകയുന്നു. എന്താണ് ഈ ദുരാവസ്ഥയ്ക്ക് പരിഹാരം? എന്താണ് ഈ ദുരന്തങ്ങൾക്ക് പ്രതിവിധി? സമാധാനത്തിന്റെ വാതിൽ തുറക്കുന്നത് എവിടെയാണ്? മനുഷ്യോൽപത്തി മുതൽ മാനവീയ വ്യക്തിപരമയും സാമൂഹ്യപരമയും സംസ്കരിച്ച് ജീവിക്കുന്ന ചരിത്രത്തിന്റെ ഉടമയാണ് ഇസ്ലാം. ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിജയ പതാകകൾ പറത്തി 23 വർഷം കൊണ്ട് ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഏതു കൊലക്കന്മാരെയും തലകുലിക്ക് സമ്മതിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു. മലമൂത്ര വിസർജനം മുതൽ രാഷ്ട്രീയ ഭരണം വരെ, വ്യക്തിബന്ധങ്ങൾ മുതൽ രാഷ്ട്രീയാന്തര ബന്ധങ്ങൾ വരെ എല്ലാ മേഖലകളിലും അതിന്റേതായ ആശയങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത് നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കട്ടപിടിച്ച കൂരിരുട്ടിൽ സംശുദ്ധമാക്കി പാപങ്ങളിലേക്ക് ചിന്തിക്കുന്നത് പോലും കൂടി പാപമാണെന്ന് പഠിപ്പിച്ചു മാറ്റിയെടുത്ത ഒരു ഉത്തമ ജനസമൂഹത്തെ കാണാൻ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ അത് ഖുർആനിന്റെ വിശാലമായ പ്രഖ്യാപനം, അത് നമ്മുടെ ഉത്തമമായ ഇസ്ലാം സമുദായമാണ്. നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ളവരാണെന്നും നിങ്ങളിൽ തഖ്വയുള്ളവർക്ക് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ എന്നും ഇത് നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കറുത്തിരുണ്ട നീഗ്രോ വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ മാറ്റല് നിസ്കാരത്തിലേക്ക് മുന്നിട്ട് വരൂ, വിജയത്തിലേക്ക് മുന്നിട്ട് വരിക തുടങ്ങിയ ബാങ്കുലിയുടെ ആഹ്വാനങ്ങൾ കേട്ട് പ്രഭുക്കൾ മുതൽ ദരിദ്രന്മാർ വരെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒഴുകിയെത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ തോളോട് ചേർന്ന് നിൽക്കുന്ന ഏകനായ റബ്ബിന്റെ മുന്നിൽ നിസ്കാരത്തിനായി നിൽക്കുന്ന ഏതൊരു പശ്ചാത്തലത്തിനും ഇന്ന് ചൂണ്ടിക്കാൻ കഴിയും. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു തിന്നുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരുടെ കരുണ കാണിക്കാൻ ഇസ്ലാമിന്റെ മൗലിക നിയമമാണ്. ഇത് മൗലികാധുനിക അത്യന്താപേക്ഷിതമല്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിന്റെ സന്ദേശം ഇന്നും ഇന്നലെയും എന്നും ലോക സമൂഹത്തിൽ ചിന്താറാമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മത്സരം തുടരുന്നു. 304.